CC Plusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിനെ അറിയാനുണ്ടാവും അല്ലേ? ഗാന്ധിജി, നെഹ്റു, അതുപോലെ തന്നെ ഭഗത് സിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെയാണ് നമ്മൾ ഈ ചെറിയൊരു സമയം കൊണ്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 അതല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് നേടിത്തന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലേ? അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു ഹിസ്റ്ററി തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് ഡേയുടെ അതല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലാസ്സിലോ രണ്ട് ക്ലാസ്സിലോ ഒന്നും പറയാൻ പറ്റുന്നതല്ല. അത് വലിയൊരു ഏരിയ തന്നെയാണ് അല്ലേ? എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ ഒന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിപ്പോവാം. അതിൽ ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാനുള്ള ആളാണ് ആര്? നമ്മുടെ മഹാത്മാഗാന്ധി അല്ലേ? മഹാത്മാഗാന്ധി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ 1869 ഒക്ടോബർ 2 നമ്മുടെ മഹാത്മാഗാന്ധി ജനിക്കുന്നത് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ഫ്രീഡം ഫൈറ്റിൽ അതല്ലെങ്കിൽ നമ്മുടെ നമുക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തരുന്നതിൽ ഒരുപാട് വലിയൊരു റോള് വഹിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ആര്? മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രങ്ങൾ നിങ്ങളുടെ അതിൻ്റെ പേരുകൾ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ എന്നൊക്കെ പറയുന്നത് ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രധാന പത്രങ്ങളാണ് എന്നുള്ളതൊന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഗാന്ധിജീനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് മറ്റൊരു പ്രധാന ഏരിയ ആണ് അല്ലേ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം അതല്ലെങ്കിൽ സോൾട്ട് മാർച്ച് എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ ദണ്ഡി യാത്ര എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹവും നമ്മുടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളതാണ്, എന്നാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്? 1930 അല്ലേ? 1930 നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഉപ്പ് സത്യാഗ്രഹം മാത്രമൊന്നല്ല, ബാക്കി ഒരുപാട് മൂവ്മെന്റുകളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള വ്യക്തി തന്നെയാണ് ആര്? നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. എവിടെയാണ് ജനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചിലപ്പോൾ. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ് എന്നുള്ളത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥ എന്ന് പറയുന്നത് അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മൾ എന്നാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടെ? നമുക്കറിയാം, നാഥുറാം ഗോഡ്സെ ആണ് മഹാത്മാഗാന്ധിനെ വെടിവെച്ച് കൊല്ലുന്നത് അല്ലേ? എന്നായിരുന്നു അത്? 1948 ജാനുവരി 30 മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധിനെ കുറിച്ച് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ നോക്കിയിട്ടുള്ളൂ. ഈ ഒരു സ്ലൈഡിലൊന്നും നമുക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പോകാനായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചെറിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഫ്രീഡം ഫൈറ്റർ ആണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ചാച്ചാജീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1889 നവംബർ 14 ഇദ്ദേഹം ജനിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ ചാച്ചാജി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, നവംബർ 14 നമ്മുടെ ശിശുദിന, ചിൽഡ്രൻസ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നതും എന്ന് തന്നെയാണ് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ആര്? നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്നുള്ളതൊന്ന് അവിടെ ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഗാന്ധിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ നെഹ്റുവിനെ കുറിച്ച് പറയുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എന്താണ്? ടുവേർഡ്സ് ഫ്രീഡം,
ടുവേർഡ്സ് ഫ്രീഡം എന്ന് പറയുന്നതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. 1964 മെയ് 27 ഇദ്ദേഹം മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച്, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടുള്ള ഇത്രയും ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും നിങ്ങൾ അവിടെ ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ പട്ടേൽ എന്ന് പറയുന്നത് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്താണ്? ഇന്ത്യയുടെ ബിസ്മാർക്ക്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ബർദോളി ഗാന്ധി എന്നുള്ള പേരിലെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ സർദാർ പട്ടേൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പേരില? 4 തരത്തിലുള്ള വിശേഷണങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ബർദോളി ഗാന്ധി, അതുപോലെ തന്നെ നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന 6 മൗലികാവകാശങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. ആ മൗലികാവകാശങ്ങളുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? നമ്മുടെ സർദാർ പട്ടേൽ എന്നുള്ളത് കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇത്രയും വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതായി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. സുഭാഷ് ചന്ദ്രബോസ് മറ്റൊരു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ടാഗോർ ആണ് ഇദ്ദേഹത്തെ ദേശനായക് എന്നായിരുന്നു ടാഗോർ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന വിശേഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാകും, എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടോ അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ നേതാജി എന്നറിയപ്പെട്ടത്, അതുപോലെ തന്നെ ടാഗോർ ദേശനായിക എന്ന് വിശേഷിപ്പിച്ചതും, അതുപോലെ തന്നെ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് അന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആവും അല്ലെ. അടുത്തതായിട്ട് നമ്മുടെ ഭഗത് സിംഗ് ആണ്. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മറ്റൊരു പ്രധാന വ്യക്തിയാണ് നമ്മുടെ ഭഗത് സിംഗ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാണ്? 1931 മാർച്ച് 23 നമ്മുടെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭഗത് സിംഗിനെയൊക്കെ അല്ലെ. ഗാന്ധിജി രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നായിരുന്നു ഭഗത് സിംഗിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും അവിടെ ഒന്ന് ഓർമ്മിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നല്ല നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ട് അല്ലെ. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ടൊന്നും നമുക്ക് അവരെ പറഞ്ഞു പോകാനായിട്ട് പറ്റുന്നതല്ല. എങ്കിലും അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ കുട്ടികളും പഠിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട് അല്ലെ. ഒരു കുട്ടിക്ക് ഏത് മെത്തേഡാണോ ആവശ്യമായിട്ടുള്ളത് ആ രീതിയിലാവില്ല മറ്റൊരു കുട്ടിക്ക് ആവശ്യമായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഉള്ള ഏരിയ ഏതാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പവർ ആയിട്ടുള്ള ഏരിയ ഏതാണ്, നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ നിങ്ങളെ ഒറ്റയ്ക്ക് ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ പഠനം ഒന്നുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റും അല്ലേ. നമ്മൾ CC+ൽ പ്രൊവൈഡ് ചെയ്യുന്നതും അത്തരത്തിലുള്ള ഒരു ട്യൂഷൻ തന്നെയാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ ട്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലും അതുപോലെ തന്നെ ഈ സ്ക്രീനിലും കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.